ഭഗവാൻ പരമശിവനും 5 മുഖങ്ങളാണുള്ളത്. ഈശാനം, തത്പുരുഷം, വാമദേവം, അഘോരം, സാത്യോജാതം. ഇവയെ പഞ്ചമുഖങ്ങൾ എന്നറിയപ്പെടുന്നു. ഈ മുഖങ്ങൾ മഹാദേവന്റെ വ്യത്യസ്ത ഭവങ്ങളെയും പഞ്ചഭൂതങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ഇതിൽ തെക്കുഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന മുഖത്തെ അഘോരം എന്ന് പറയപ്പെടുന്നു. ഘോരം എന്നാൽ അഘോരം എന്നും അഘോരമെന്നാൽ ഭീകരത്തിനുമുപരി എന്നാണ് അർത്ഥം. അഘോരികൾ പരമശിവന്റെ 5ാം ജന്മമാണെന്ന് വിശ്വസിക്കുന്നു. ഹിമാലയൻ പുണ്യപ്രദേശങ്ങളിലും ഹരിദ്വാർ, ഋഷികേശ്, വാരണാസി പോലുള്ള പുണ്യസങ്കേതങ്ങളിലും നാം കാണുന്ന അഘോരികളെയാണ് ശൈവസാധുക്കൾ എന്ന് വിശ്വസിക്കുന്നത്. ഭാരതത്തിലെ അഘോരി സന്യാസ സമ്പ്രദായത്തിനു 5000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. താന്ത്രിക് ആചാരങ്ങളിലനുഷ്ഠിതമാണ് അവരുടെ ജീവിതങ്ങൾ. രുദ്രാക്ഷമണിഞ്ഞ് ജടയേന്തിയ താടിയും മുടിയും കമണ്ഡലവും ത്രിശൂലവും കൈയിലേന്തിയും തീക്ഷ്ണമായ കണ്ണുകളും ദേഹമാസകലം ചുടലഭസ്മത്താൽ രൗദ്രഭാവത്തോടുകൂടിയും ഊർജ്ജ തേജസ്സോടുകൂടിയും കാണുന്ന മൂർത്തികളാണ് അഘോരികൾ. കുംഭമേളയിലായാലും നവശക്തി പീഠങ്ങളിലായാലും ഇവരെ കാണുന്നത് പോലും അപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ്. വാരണാസിയിലെ മണികർണിക ഘട്ടിലും ഹരിചന്ദ്രഘട്ടുകളിലെ ശ്മശാനങ്ങളിലും നാം കാണുന്ന അഘോരികൾ വെറും മിഥ്യമാത്രം ആകുന്നു. നാം ഇന്നനുഭവിക്കുന്ന ലൗകിക സുഖങ്ങളെല്ലാം ത്യജിച്ചു ആനന്ദം അനുഭവിക്കുന്നവരാണ് അഘോരികൾ. നാഗസാധുക്കളും അഘോരികളും പരമശിവനെ തന്നെയാണ് ആരാധിക്കുന്നത്. എങ്കിലും ഇവരുടെ സാധന രീതികൾ തമ്മിൽ വ്യത്യാസപ്പെടുന്നു. നാഗസാധുക്കൾ തങ്ങളുടെ തപസ്യകൾ ചെയ്യുന്നത് അഘാറുകളിലാണ്. എന്നാൽ അഘോരികൾ അവരുടെ തപസ്യകൾ ചെയ്യുന്നത് ശ്മശാനങ്ങളിലും. അഘോരികൾ മാസത്തിൽ 3 ലക്ഷത്തിൽ കൂടുതൽ ജപിക്കുന്ന ഗൗരി ബീജാക്ഷരമന്ത്രം ഗുരുവിൽ നിന്നും വിധിപ്രകാരം നേടിയെടുക്കുന്ന ഒന്നാണെന്നു വിശ്വസിക്കുന്നു. ഇത് സായുക്തമാക്കിയ അഘോരിയുടെ കണ്ണുകൾ തീ ജ്വാല പോലെ ജ്വലിക്കുന്നു. പ്രകൃതിയുടെ ശക്തിയെ തിരിച്ചറിയുക, ആ ശക്തിയെ മന്ത്രങ്ങളുടെ ശക്തികൾ കൊണ്ട് നിയന്ത്രിക്കുക എന്നതാണ് ഒരു അഘോരിയുടെ ധർമ്മം. മഹാമൃത്യുഞ്ജയ, ശ്രീചക്രം, വിജയശാലിനി, കുണ്ടലിനി എന്നിവ അഘോരികളുടെ സിദ്ധികളായി പരാമർശിക്കുന്നു. ക്രിയയോഗയിലും ഹഠയോഗയിലും പ്രാവീണ്യം നേടിയവരാണ് അഘോരികൾ. കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ അപാര കഴിവുള്ളവരാണ് അഘോരികൾ. മനുഷ്യചിന്തകൾക്ക് പുറമെ അതീന്ദ്രിയമായ കാര്യങ്ങളാൽ അഘോരികൾ ചെയ്യുന്നത് കേചരിപ്രയോഗത്തിലൂടെ തന്നെയാണെന്ന് അഥർവവേദത്തിൽ പ്രതിപാദിക്കുന്നു. അഥർവ മന്ത്രങ്ങളുടെ ശക്തികൾ കൊണ്ടായിരിക്കാം അഥർവ മന്ത്രം അധമ മന്ത്രമാണെന്ന് സന്യാസികൾ വിശ്വസിക്കുന്നത്.